Hi students, IOQM 2025 11th question നമുക്കൊന്ന് നോക്കാം. Consider a fraction a by b not equal to 3 by 4 where a, b are positive integers with GCD of a and b is equal to 1 and b less than or equal to 15. അപ്പോൾ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. a by b not equal to 3 by 4 ആണ്. അതുപോലെ തന്നെ എയും ബിയും എന്താണ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്നുള്ള കാര്യം കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ GCD ഓഫ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എന്റെയും ബിന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് എയും ബിയും കോപ്രൈം നമ്പേഴ്സ് ആണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദിസ് ഫ്രാക്ഷൻ ഈസ് ചോസൺ ക്ലോസസ്റ്റ് ടു 3 by 4 amongst all such fractions then what is the value of a plus b? അപ്പോൾ നമ്മൾ എ ബൈ ബി എന്നൊരു ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യാണ്. ആ ഒരു ഫ്രാക്ഷൻ എന്തായിരിക്കണം? 3 by 4 ക്ലോസസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ എ ബൈ ബി എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആയിരിക്കുമല്ലോ. സോ എ പ്ലസ് ബിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഏതാന്നുള്ളതാണ്. അതായത് എ ബൈ ബിയുടെ വാല്യൂ ആണ്. ജസ്റ്റ് പിന്നെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. സോ ജസ്റ്റ് നോക്കുക, 3 by 4 ഇവിടെ ഡിനോമിനേറ്ററിൽ ഞാൻ 15 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററിൽ എന്തായിരിക്കും? 15 into 3 by 4 ആയിരിക്കും. ദാറ്റ് മീൻസ് 3 by 4 is equal to 11.25 divided by 15 ആയിരിക്കും. സോ 11.25 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ അല്ല. സോ അതിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂ വരുന്നത് 11 ആണ്. സോ 11 by 15 ദാറ്റ് മീൻസ് എ പ്ലസ് ബി is equal to 11 plus 15 ദാറ്റ് മീൻസ് 26 ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി അവിടെ പലർക്കുള്ള ഡൗട്ടാണ് 10 by 13 വന്നൂടെ അത് ക്ലോസസ്റ്റ് ആയിട്ട് വരുമോ എന്നുള്ളത്. പിന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം 10 by 13 ആണോ 11 by 15 ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മോഡുലസ് ഓഫ് 11 by 15 മൈനസ് 3 by 4 ചെയ്ത് നോക്കാം. അത് തമ്മിലുള്ള ഡിഫറൻസ് അൾട്ടിമേറ്റ്ലി എത്രയാണെന്നുള്ളത്. ഓക്കെ, സോ 11 into 4 44 മൈനസ് 3 into 15 45. സോ -1 മോഡുലസ് ആകുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവില്ല. 1 by 60 ആണ് നമുക്ക് അവിടെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. സോ ഇനി 10 by 13 മൈനസ് 3 by 4 ചെയ്ത് നോക്കാം. സോ ഇവിടെ 40 മൈനസ് 39 ദാറ്റ് മീൻസ് 1 ഡിവൈഡഡ് ബൈ 13 into 4 എന്ന് പറയുന്നത് 52 ആണ്. ദാറ്റ് മീൻസ് ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സ്മോളർ വാല്യൂ വരുന്നത്. ദാറ്റ് മീൻസ് 11 by 15 ആണ് 3 by 4നോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂ വരുന്നത്. സോ നമുക്ക് എന്തായിരിക്കും ആൻസർ? 11 plus 15 26 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരാം.